ഹായ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കല്ലാർകുട്ടി പാലത്തിൻ്റെ മുകളിലാണ്. ഇടുക്കിയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള കല്ലാർകുട്ടി ഡാമിനടുത്തുള്ള കല്ലാർകുട്ടി പാലത്തിലാണ് ഇപ്പം നമ്മളുള്ളത്. ഇവിടെ നിന്നുള്ള കല്ലാർകുട്ടി ഡാമിൻ്റെ ഒരു വ്യൂ അതിമനോഹരമാണ്. മഴക്കാലത്തൊക്കെ എന്ന് പറയുമ്പം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് ഇടുക്കി എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇടുക്കിയുടെ ഒരു ഫീൽ കിട്ടുന്നൊരു നല്ലൊരു പ്ലേസാണിത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഡാമിൻ്റെ ലോങ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കല്ലാർകുട്ടി പാലത്തേക്കുള്ളതാണുള്ളത്. അപ്പോൾ ഈ റോഡ് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ചെറുതോണിയിൽ നിന്ന് നമുക്ക് കട്ടപ്പന റോഡാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പം അതിൻ്റെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണിത്. ഈ കല്ലാർകുട്ടി ഡാം നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഉള്ളത്. നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡാമാണ് നമ്മുടെ ഈ കല്ലാർകുട്ടി ബ്രിഡ്ജ് വരുന്നത്. പിന്നെ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ മുതിരമ്പുഴ റിവറാണ് ശരിക്കും ഇത് വരുന്നത്. പെരിയാർ റിവറിൻ്റെ ഭാഗമായിട്ടുള്ള മുതിരമ്പുഴ റിവറാണ് ശരിക്കും നമ്മുടെ താഴെ കൂടെ പോകുന്നത്. അവിടെയാണ് നമ്മുടെ ഈ നേര്യമംഗലം ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉള്ളത്. അപ്പം ആ ഒരു ഡാമിൻ്റെ ഭാഗത്താണ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത്. ശരിക്കും മഴയൊക്കെ പെയ്ത് കഴിയുമ്പം ഈ ഡാമിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കാണാൻ നല്ല അതിമനോഹരമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ്, ചുറ്റും മല നിങ്ങൾക്ക് കാണുന്നതിന് മനസ്സിലായി, ചുറ്റും മലയിലെ മഞ്ഞൊക്കെ കയറി കോടയൊക്കെ വന്നു കഴിയുമ്പോൾ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ്. അതുപോലെ തന്നെ ആ ഡാമിൻ്റെ അവിടെ നിന്ന് വെള്ളം കുത്തി ഒലിച്ച് വരുന്നത് കാണാനും ഭയങ്കര വ്യൂ ആണ്. നമ്മുടെ മഴക്കാലത്ത് ആ വ്യൂ പല വീഡിയോകളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പം ഈ വഴി പോകുന്നവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ കല്ലാർകുട്ടി ഡാമും ഈ കല്ലാർകുട്ടി ബ്രിഡ്ജും. നമ്മുടെ ഇടുക്കിയുടെ തന്നെ വൺ ഓഫ് ദ ഡാമുകളിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡാം തന്നെയാണ് നമ്മുടെ ഈ കല്ലാർകുട്ടി ഡാം.